നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. തന്റെ വിശ്വസ്ത ന്യായാധിപനായ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈവിട്ടു. ജസ്റ്റിസ് രാമചന്ദ്രൻ നായർക്കെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചതോടെയാണ് പിണറായി അദ്ദേഹത്തെ കൈവിട്ടത്. ജസ്റ്റിസ് രാമചന്ദ്രൻ നായർക്ക് സംസ്ഥാനത്തെ പരമോന്നത കോടതിയിൽ പിടിവിട്ടു എന്ന് മനസ്സിലാക്കിയതോടെയാണ് പിണറായിയുടെ മനസ്സ് മാറിയത്. ഇത്രയും കാലം ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെ ഹൈക്കോടതിയിലെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റായാണ് പിണറായി കരുതിയിരുന്നത്. മുനമ്പം കമ്മീഷനെതിരെ ഹൈക്കോടതി പരാമർശമുണ്ടായതിന് പിന്നാലെ കമ്മീഷൻ മരവിപ്പിക്കാനും പിണറായി നിർദ്ദേശം നൽകി. ഒരാൾക്ക് കഷ്ടകാലം വന്നാൽ ഇത്ര വേഗം പ്രതികരിക്കുന്നതാണ് പിണറായിയുടെ ശീലം. ഇനി രാമചന്ദ്രൻ നായർ ഫോൺ വിളിച്ചാൽ പോലും പിണറായി എടുക്കില്ല. പകുതി വില സ്കൂട്ടർ തട്ടിപ്പ് കേസിൽ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ പോലീസ് കേസെടുത്തത് തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ്. NGO കോൺഫെഡറേഷന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ മലപ്പുറം അങ്ങാടിപ്പുറം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന KSS എന്ന സംഘടന നൽകിയ പരാതിയിലാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ മൂന്നാം പ്രതിയാക്കി പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തത്. 2014 ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ 34 ലക്ഷം രൂപ NGO കോൺഫെഡറേഷൻ KSS വഴി തട്ടിച്ചു എന്നാണ് പരാതി. KSS പ്രസിഡന്റ് ഡാനിമോനാണ് പരാതി നൽകിയത്. ആനന്ദകുമാർ, അനന്തുകൃഷ്ണൻ എന്നിവർക്കൊപ്പം മൂന്നാം പ്രതിയായാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെയും പോലീസ് പ്രതി ചേർത്തത്. അതേസമയം നിരുത്തരവാദപരമായാണ് തന്നെ പോലീസ് പ്രതി ചേർത്തെന്ന് ആരോപിച്ച് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ രംഗത്തെത്തി. കോൺഫെഡറേഷന്റെ രക്ഷാധികാരി എന്ന നിലയ്ക്കാണ് തന്നെ FIR-ൽ പ്രതി ചേർത്തത്. താൻ കോൺഫെഡറേഷന്റെ ഉപദേശകൻ മാത്രമായിരുന്നു, രക്ഷാധികാരി ആയിരുന്നില്ലെന്നും ജസ്റ്റിസ് പറയുന്നു. സ്ഥാപനത്തിന്റെ പ്രവർത്തനവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല, തന്നോട് അന്വേഷിക്കുക പോലും ചെയ്യാതെയാണ് ഈ രീതിയിൽ പോലീസ് കേസെടുത്തതെന്നും മലപ്പുറം SP വിളിച്ച് പരാതി അറിയിച്ചതായി ജസ്റ്റിസ് മാധ്യമങ്ങളോട് പറഞ്ഞു. പകുതി വില സ്കൂട്ടർ തട്ടിപ്പ് കേസ് പുറത്തു വന്നതിന് പിന്നാലെ സംഘടനയുമായുള്ള ബന്ധം വെളിപ്പെടുത്തി ജസ്റ്റിസ് രംഗത്തു വന്നിരുന്നു. പകുതി വില സ്കൂട്ടർ തട്ടിപ്പ് കേസിൽ പ്രതികളിൽ ഒരാളും സായ് ട്രസ്റ്റ് മേധാവിയുമായ ആനന്ദകുമാർ ക്ഷണിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് NGO കോൺഫെഡറേഷന്റെ ഉപദേശകനായതെന്നും അനധികൃതമായി സംഘടന പണപ്പിരിവ് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ജൂണിൽ സംഘടനയുടെ ഉപദേശക സ്ഥാനം ഒഴിഞ്ഞതാണെന്നും ജസ്റ്റിസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പോലീസ് പ്രാഥമിക പരിശോധന പോലും നടത്താതെയാണ് തനിക്കെതിരെ കേസെടുത്തതെന്നും പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി ചേർത്ത ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. കള്ളപ്പരാതിയിലാണ് പോലീസ് നടപടിയെന്നും CN രാമചന്ദ്രൻ നായർ ആരോപിച്ചു. തട്ടിപ്പ് കേസിലെ പ്രതി അനന്തുകൃഷ്ണൻ പങ്കെടുത്ത യോഗങ്ങളിൽ സ്വാഗതം പറഞ്ഞുവെന്ന് മാത്രമേയുള്ളൂ. അനന്തുകൃഷ്ണനുമായി ഒരു ബന്ധവുമില്ല. സായിഗ്രാമൻ ഡയറക്ടർ ആനന്ദകുമാറുമായി പരിചയമുണ്ട്. കോൺഫെഡറേഷനുമായുള്ള ബന്ധം 2024 അവസാനിപ്പിച്ചിരുന്നു. പണം പിരിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞാണ് ബന്ധം ഉപേക്ഷിച്ചത്. പോലീസ് നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. തന്നെ പ്രതി ചേർത്തത് മുനമ്പം കമ്മീഷൻ അട്ടിമറിക്കാനാണോ എന്നറിയില്ല. അങ്ങനെ ഒരു ആശങ്ക അടുപ്പമുള്ള ചിലർ പങ്കുവച്ചിരുന്നു. പക്ഷെ അതേക്കുറിച്ച് തനിക്കറിയില്ലെന്നും CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന CN രാമചന്ദ്രൻ നായർ കോട്ടയം മരങ്ങോളി സ്വദേശിയായ അദ്ദേഹം കുറുവിലങ്ങാട് ദേവമാതാ കോളേജ്, തിരുവനന്തപുരം സെന്റ് സേവിയേഴ്സ് കോളേജ്, ചേർത്തല NSS കോളേജ് തുടങ്ങിയ കോളേജുകളിലെ പഠനശേഷം എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നും നിയമബിരുദമെടുത്തു. 1975 സെപ്റ്റംബർ 11 അഭിഭാഷകനായി CN രാമചന്ദ്രൻ നായർ എറണാകുളത്ത് പരിശീലനം ആരംഭിച്ചു. മേനോൻ ആൻഡ് പൈ എന്ന പ്രമുഖ അഭിഭാഷക സ്ഥാപനത്തിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച അദ്ദേഹം നികുതി, ക്രിമിനൽ അപ്പീൽ തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധനായി അറിയപ്പെട്ടു. മേനോൻ ആൻഡ് പൈ നിരവധി ഹൈക്കോടതി ജഡ്ജിമാരെ സംഭാവന ചെയ്തിട്ടുണ്ട്. 2001 സെപ്റ്റംബർ 27 അദ്ദേഹം കേരള ഹൈക്കോടതിയിലെ ജഡ്ജിയായി നിയമിതനായി. ന്യായാധിപനായിരുന്ന ജസ്റ്റിസ് J. ചെലമേശ്വർ സുപ്രീം കോടതി ജഡ്ജിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഒഴിവിലാണ് കേരള ഹൈക്കോടതിയിലെ മുതിർന്ന ന്യായാധിപന്മാരിൽ ഒരാളായ ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിച്ചത്. ഭാരതീയ ന്യായ സംഹിത 318, 4, 3, 5 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. ഉപദേശകനായി ആനന്ദകുമാർ ക്ഷണിച്ചു. ചാരിറ്റി സംഘടനയായതിനാൽ ക്ഷണം സ്വീകരിച്ചു. സ്കൂട്ടറിനായി പണം പിരിക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ഉപദേശക സ്ഥാനത്ത് നിന്ന് തന്റെ പേര് നീക്കണമെന്നും ആനന്ദകുമാറിനോട് പറഞ്ഞിരുന്നുവെന്നാണ് CN രാമചന്ദ്രൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. നാളിതുവരെ ഒരു ഉപദേശവും നൽകിയിട്ടില്ല. NGO ഫെഡറേഷന്റെ 2 പൊതുയോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. വിരമിച്ച ജഡ്ജി ഉപദേശകനാക്കി വിശ്വാസ്യത നേടാമെന്ന് തട്ടിപ്പ് സംഘം കരുതിയിട്ടുണ്ടാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ഇടതു വലത് മുന്നണികൾക്ക് ആദരണീയനായ ന്യായാധിപനായിരുന്നു ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ. സ്ഥിരം അന്വേഷണ കമ്മീഷനായിരുന്നു അദ്ദേഹം. വിഴിഞ്ഞം തുറമുഖത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ അഴിമതി നടത്തിയെന്ന് ആരോപിച്ച് അന്വേഷണം നടത്താൻ പിണറായി നിയമിച്ച കമ്മീഷനും ഇദ്ദേഹം തന്നെയായിരുന്നു. എന്നാൽ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതിയും രാഷ്ട്രീയ ദുരുപയോഗവും നടന്നിട്ടില്ലെന്ന് അന്വേഷണത്തിനായി സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കണ്ടെത്തി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരും കമ്മീഷനിൽ ആരോപണം ഉന്നയിക്കുകയോ തെളിവ് നൽകുകയോ ചെയ്തിട്ടില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ റിപ്പോർട്ട് കൈമാറി.
വിഴിഞ്ഞം തുറമുഖ കരാറിലൂടെ സംസ്ഥാനത്തിന് നഷ്ടമുണ്ടായെന്ന കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഇടത് സർക്കാർ കമ്മീഷനെ നിയമിച്ചത്. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെയുള്ളവരും പദ്ധതിയിൽ അഴിമതി ആരോപിച്ചിരുന്നു. കെ.പി.സി.സി മുൻ പ്രസിഡന്റ് വി.എം. സുധീരൻ ഉൾപ്പെടെ ചില കോൺഗ്രസ് നേതാക്കളും കരാറിനെതിരെ രംഗത്ത് വന്നിരുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടത് സർക്കാരാണെന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ പറഞ്ഞു. പദ്ധതിയുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ടിൽ വസ്തുതകൾക്കൊപ്പം തെറ്റുകളുമുണ്ട്. പരാതികൾ അറിയിക്കാൻ കമ്മീഷൻ അവസരം നൽകിയിരുന്നു. ഇതിൽ ആരും ഏതെങ്കിലും വ്യക്തിക്കോ സർക്കാരിനോ എതിരെ അഴിമതി ആരോപണമോ തെളിവുകളോ നൽകിയിട്ടില്ല. പദ്ധതി തുടക്കത്തിൽ ലാഭകരമല്ലെന്നറിഞ്ഞ് തന്നെയാണ് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തീരുമാനിച്ചത്. ഇതിന് കേന്ദ്ര ആസൂത്രണ കമ്മീഷന്റെ അംഗീകാരവുമുണ്ട്. അക്കാര്യത്തിൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല. സർക്കാരും അദാനി വിഴിഞ്ഞം പോർട്സ് കമ്പനിയും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ട് നടത്തുന്ന നിർമ്മാണം മുന്നോട്ട് തന്നെ പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ കരാറിൽ കേരളത്തിൽ നഷ്ടമുണ്ടാക്കിയെന്ന കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കണ്ടെത്തലിനെ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ടെന്ന് സൂചന പുറത്തുവന്നു. മുൻവിധിയോടെയാണ് കരാറിനെ സമീപിച്ചതെന്നും ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദീകരണം തേടിയിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ഇതിനുശേഷം ജസ്റ്റിസ് CNR നേതൃത്വം നൽകിയ മുനമ്പം അന്വേഷണ കമ്മീഷനാണ് വിവാദത്തിൽ കുടുങ്ങിയത്. ജനങ്ങളുടെ കണ്ണുവെട്ടിച്ച് വിഷയം തണുപ്പിക്കാനാണ് മുനമ്പം കമ്മീഷൻ സർക്കാർ നിയോഗിച്ചത്. എന്നാൽ ഹൈക്കോടതി ഇതിനെതിരെ രംഗത്തെത്തി. 104 ഏക്കർ ഭൂമി വഖഫാണെന്ന് നേരത്തെ സിവിൽ കോടതി കണ്ടെത്തിയതാണെന്നും ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് ഇതിന്റെ സാധുത സർക്കാരിന് എങ്ങനെ പരിശോധിക്കാൻ കഴിയുമെന്നും കോടതി ചോദിച്ചു. ഉടമസ്ഥാവകാശം സംബന്ധിച്ച കാര്യങ്ങൾ കമ്മീഷൻ പരിശോധിക്കുന്നില്ലെന്ന് സർക്കാർ മറുപടി നൽകി. മനസ്സിരുത്തിയാണോ സർക്കാർ കമ്മീഷനെ നിയമിച്ചതെന്ന് സംശയങ്ങളുണ്ടെന്നും കമ്മീഷന്റെ പരിശോധനാ വിഷയങ്ങളിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം പരിശോധിക്കാനാണ് കമ്മീഷനെ നിയമിക്കുന്നതെന്നാണ് അച്ഛന്മാരെ സർക്കാർ പറഞ്ഞു പറ്റിച്ചത്. എന്നാൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്നാണ് സർക്കാർ ഇന്നലെ ഹൈക്കോടതി അറിയിച്ചത്. മുനമ്പം ജനതയുടെയും കേരള കോൺഗ്രസ് എമ്മിന്റെയും ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പെട്ടെന്നൊരു കമ്മീഷനെ നിയമിച്ചത്. സിവിൽ കോടതി തീർപ്പാക്കിയ വിഷയത്തിൽ കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് ഒരു അധികാരവുമില്ല. ഇക്കാര്യങ്ങൾ വളരെ മുൻപേ വിവിധ വിധികളിലൂടെ ഹൈക്കോടതി തന്നെ ഉറപ്പിച്ചിട്ടുള്ളതാണ്. നീതിന്യായ കോടതികളുടെ തീരുമാനങ്ങളിൽ എതിർപ്പുണ്ടെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. അല്ലാതെ യാതൊരു അധികാരവുമില്ലാത്ത കമ്മീഷനുകളെ നിയമിക്കലല്ല. രാമചന്ദ്രൻ നായർ കമ്മീഷനെ ഹൈക്കോടതി ഇല്ലാതാക്കിയാൽ മെത്രാൻമാർ സർക്കാരിനോട് കലിക്കും. സർക്കാർ മൂട്ടിൽ പോരും. എന്നാൽ പരിശോധന പരമാവധി വേഗത്തിലാക്കുമെന്നാണ് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പ്രതികരിച്ചത്. സകല നിയമവശങ്ങൾ പരിശോധിച്ച് വിശദമായ ശുപാർശകൾ സർക്കാരിന് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 3 മാസത്തിനുള്ളിൽ കമ്മീഷന് റിപ്പോർട്ട് നൽകുന്നത് പ്രായോഗികമാണെന്ന് തോന്നുന്നില്ലെന്നും എല്ലാ വശങ്ങളും വിശദമായി പഠിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെയെങ്കിൽ സർക്കാരിനോട് സമയം നീട്ടി ചോദിക്കും. നിയമവശങ്ങൾ പഠിച്ച് മുനമ്പത്തുകാരുടെ ആശങ്കകൾ കൂടി പരിഹരിക്കുന്ന റിപ്പോർട്ട് നൽകാനാണ് ശ്രമം. ഇക്കാര്യത്തിൽ വിദഗ്ധമായ നിയമോപദേശമാവും സർക്കാരിന് കമ്മീഷൻ നൽകുക. മുനമ്പം നിവാസികളുടെ ആശങ്കകൾ കൂടി കൃത്യമായ പരിഗണന നൽകുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ വ്യക്തമാക്കി. കത്തിപ്പടരുന്ന മുനമ്പം പ്രശ്നത്തിന് പരിഹാരമായി 4 സുപ്രധാന തീരുമാനങ്ങളാണ് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലുണ്ടായത്. ഭൂമിയിൽ താമസിക്കുന്നവരുടെ രേഖകൾ പരിശോധിക്കുന്നതിനായി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ വയ്ക്കും. 3 മാസത്തിനുള്ളിൽ പരിശോധന തീർക്കും. ഭൂമിയിൽ താമസിക്കുന്നവർക്ക് റവന്യൂ അധികാരം ഉറപ്പാക്കാനാണിത്. വഖഫ് ബോർഡ് ഒഴിയാൻ ആർക്കും ഇനി നോട്ടീസ് നൽകില്ല. ഇതിനകം നോട്ടീസ് കിട്ടിയവർ ഒഴിയേണ്ട. കരമടയ്ക്കുന്നതിലെ സ്റ്റേ ഒഴിവാക്കി കിട്ടാൻ സർക്കാരും ഹൈക്കോടതിയെ സമീപിക്കും. എന്നിട്ടാണ് സർക്കാർ ഹൈക്കോടതിയിൽ തിരിഞ്ഞു കളിച്ചത്. എന്നാൽ സ്കൂട്ടർ വിവാദത്തിന് മുമ്പ് തന്നെ മുനമ്പം കമ്മീഷൻ സർക്കാർ മരവിപ്പിച്ചു. പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനത്തിൽ കോടികളുടെ തട്ടിപ്പാണ് നടന്നത്. വൻ തുക ഉൾപ്പെട്ട കേസായതിനാൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കേണ്ടതാണ്. 5 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പാണെങ്കിൽ ക്രൈംബ്രാഞ്ചിൽ കൈമാറാമെന്നാണ് വ്യവസ്ഥ. സ്കൂട്ടറിനായി പ്രതീക്ഷയോടെ കാത്തിരുന്നവർ വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലായതോടെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് പരാതി പ്രവാഹമാണ്. പല പേരുകളിൽ ജനങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ ജനപ്രതിനിധികളെയും മറ്റും കൂടെ കൂട്ടിയാണ് തട്ടിപ്പുകാർ ജില്ലയിൽ നിന്ന് മാത്രം കോടികൾ തട്ടിയത്. സ്കൂട്ടറും ലാപ്ടോപ്പും ഗൃഹോപകരണങ്ങളും പകുതി വിലയ്ക്ക് നൽകുമെന്നും ബാക്കി പണം വിവിധ കമ്പനികൾ അവയുടെ സാമൂഹിക ഉത്തരവാദിത്ത ഫണ്ടിൽ നിന്ന് നൽകുമെന്നും വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. എന്നാൽ പിടിയിലായ അനന്തകൃഷ്ണൻ പറഞ്ഞ കമ്പനികളിൽ പോലീസ് ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് ബന്ധമില്ലെന്നാണ് മറുപടി കിട്ടിയത്. പലയിടത്തും തദ്ദേശ പ്രതിനിധികളെയും കുടുംബശ്രീ ചുമതലക്കാരെയും കൂടെ നിർത്തിയാണ് തട്ടിപ്പ് നടത്തിയത്. ചില ജനപ്രതിനിധികൾ അവസാന നിമിഷം വരെ തട്ടിപ്പുകാരെ ന്യായീകരിച്ചുകൊണ്ടിരുന്നു. കൂടുതൽ തട്ടിപ്പുകൾ പുറത്തു വന്നതോടെ ചിലർ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഗുണഭോക്തൃ സംഗമങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ MP-യെയും MLA-യും വരെ തട്ടിപ്പുകാർ സംഘടിപ്പിച്ചു. സ്കൂട്ടർ കിട്ടാൻ വൈകിയപ്പോൾ പരാതിപ്പെടാൻ തുനിഞ്ഞവരെ പലതും പറഞ്ഞ് പിന്തിരിപ്പിച്ചു. ഇപ്പോഴും കബളിപ്പിക്കപ്പെട്ടവരിൽ ചെറിയൊരു ശതമാനം മാത്രമേ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളൂ. സ്കൂട്ടർ കിട്ടുമെന്ന പ്രതീക്ഷ കൈവിടാത്തവരും അപമാന ഭീതിയുള്ളവരും പുറത്തു മിണ്ടുന്നില്ല. ഇതെല്ലാം കൂട്ടിയാൽ ആയിരക്കണക്കിന് ആളുകളെയാണ് കബളിപ്പിക്കപ്പെട്ടതെന്ന് വിവരം. പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ച ഒട്ടേറെ പരാതികളിൽ ഒന്നിച്ചു ചേർത്താണ് പോലീസ് കേസെടുക്കുന്നത്. അതിനാൽ പരാതികളുടെ എണ്ണം നോക്കി തട്ടിപ്പിന്റെ വലിപ്പം മനസ്സിലാക്കാൻ കഴിയില്ല.
സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റൽ സ്റ്റഡീസ് പേര് കേട്ടാൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമാണെന്ന് തോന്നും. ഉഗ്രൻ പേര് കണ്ടാണ് പലരും ധൈര്യമായി കാശ് കൊടുത്തത്. വേറെയുമുണ്ട് പേരുകൾ. പല പ്രദേശങ്ങളിൽ പല പേരുകൾ. പ്രാദേശികമായി അവയ്ക്ക് കീഴിൽ സീഡ് സൊസൈറ്റികൾ എന്ന പേരിൽ കൂട്ടായ്മകൾ. എല്ലാം തട്ടിപ്പിന് വിത്തിടാനായിരുന്നു എന്ന് ഇപ്പോഴാണ് ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയത്. സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പലയിടത്തും പണം അടപ്പിച്ചത്. 3 മാസത്തിനകം ആവശ്യപ്പെട്ട സാധനം കിട്ടുമെന്ന് വാഗ്ദാനം. കുറച്ചുപേർക്ക് ലാപ്ടോപ്പും തയ്യൽ മെഷീനും ഒക്കെ നൽകി വിശ്വാസ്യത ഉറപ്പിച്ചു. സ്കൂട്ടർ കിട്ടാനാണ് താമസമുണ്ടായത്. പണം നൽകിയവരുടെ യോഗം വിളിച്ച് കൂടുതൽ സമയം ചോദിക്കുക, അംഗീകരിച്ചതായി സമ്മതപത്രം വാങ്ങുക തുടങ്ങിയവയൊക്കെ തട്ടിപ്പിന്റെ ഭാഗമായിരുന്നു. മണ്ണാഞ്ചേരിയിൽ ഡിസംബറിൽ ചേർന്ന യോഗത്തിൽ ചിലർ ബഹളം വെച്ചപ്പോൾ പോലീസ് എത്തിയെങ്കിലും ആരും പരാതി എഴുതി നൽകിയില്ല. അത്രയ്ക്കായിരുന്നു തട്ടിപ്പുകാർക്ക് അവരുടെ മേലുള്ള സ്വാധീനം. തൃക്കുന്നപ്പുഴയിൽ 93 പരാതികൾ. ഹരിപ്പാട് സീഡ് സൊസൈറ്റി എന്ന പേരിൽ പണം വാങ്ങി കബളിപ്പിച്ചതായി 93 വനിതകൾ തൃക്കുന്നപ്പുഴ പോലീസിൽ പരാതി നൽകി. ഇവർക്ക് 60 ലക്ഷം രൂപ നഷ്ടപ്പെട്ടെന്നാണ് വിവരം. കുറച്ചുപേർക്ക് സാധനങ്ങൾ നൽകി ഭൂരിഭാഗത്തെയും പറ്റിക്കുകയായിരുന്നെന്ന് പണം നഷ്ടപ്പെട്ടവർ പറയുന്നു. മാവേലിക്കര നഗരസഭ, ചെട്ടിക്കുളങ്ങര, തെക്കേക്കര, തഴക്കര, ചെന്നിത്തല, മാന്നാർ പഞ്ചായത്തുകളായി 273 പേർ സ്കൂട്ടർ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തു. പണം നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. കുടുംബശ്രീ പദ്ധതി എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജനപ്രതിനിധികളെയും കുടുംബശ്രീ അംഗങ്ങളെയും മറ്റും മുന്നിൽ നിർത്തിയായിരുന്നു നീക്കം. കുടുംബശ്രീയുടെ പദ്ധതിയാണെന്ന് പലരും തെറ്റിദ്ധരിച്ചു. ചിലർ കുടുംബശ്രീയിൽ നിന്ന് തന്നെ വായ്പ എടുത്തു നൽകി. ചതിയിൽപ്പെട്ടവരിൽ സർക്കാർ ഉദ്യോഗസ്ഥരും വിരമിച്ചവരൊക്കെയുണ്ട്. പലയിടത്തും പദ്ധതിക്ക് ഫീൽഡ് പ്രൊമോട്ടർമാരെ നിയോഗിച്ചിരുന്നു. ആളെ സ്വാധീനിച്ചെത്തിക്കുന്നവർക്ക് കമ്മീഷൻ നൽകിയിരുന്നതായി വിവരമുണ്ട്. ഘട്ടം ഘട്ടമായിരുന്നു കബളിപ്പിക്കൽ. സീഡ് സൊസൈറ്റി അംഗത്തിന് 400 രൂപ, സ്കൂട്ടറിന്റെ ഗുണഭോക്തൃ വീതമായി 60,000 രൂപ, സ്കൂട്ടർ വിൽക്കില്ലെന്ന് നോട്ടറി സാക്ഷ്യപ്പെടുത്തലിന് 500 രൂപ എന്നിങ്ങനെയായിരുന്നു. ആധാറിന്റെയും പാൻ കാർഡിന്റെയും മറ്റും കളർ കോപ്പിയും വാങ്ങി. പലയിടത്തും ഇതിനൊക്കെ ജനപ്രതിനിധികളെ തന്നെ ഉപയോഗിച്ചു. ഹരിപ്പാട് മേഖലയിൽ നിന്ന് 3 കോടിയിലേറെ രൂപ തട്ടിയെടുത്തെന്നാണ് വിവരം. 1000-ഓളം പേർ ഇരയായി. രജിസ്ട്രേഷൻ ഫീസായി 320 രൂപ വീതം വാങ്ങി. പല പ്രദേശങ്ങളിലായി 10 കോർഡിനേറ്റർമാരെ നിയോഗിച്ചു. ഹരിപ്പാട് ആഘോഷമായി നടത്തിയ പദ്ധതിയുടെ ഉദ്ഘാടനത്തെ അന്നത്തെ MP AM ആരിഫാണ് നിർവഹിച്ചത്. നിയമസഭാ സാമാജികരുടെ ശമ്പള വർധനയെക്കുറിച്ച് പഠിക്കാൻ പിണറായി സർക്കാർ നിയോഗിച്ച കമ്മീഷനും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരായിരുന്നു. സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ വിവിധ അലവൻസുകളിൽ 30 മുതൽ 35% വരെ വർധനയാണ് ശുപാർശ ചെയ്തത്. ഇതാണ് 50% വർദ്ധിച്ചത്. സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് നിയമസഭാ സാമാജികരുടെ ശമ്പള വർധനവ് ശുപാർശ സർക്കാരിന് മുന്നിലെത്തിയത്. ദൈനംദിന ചെലവുകൾ കൂടിയ സാഹചര്യത്തിൽ ആനുകൂല്യങ്ങളും അലവൻസുകളും കാലോചിതമായി പരിഷ്കരിക്കണമെന്ന ആവശ്യം ശക്തമായപ്പോഴാണ് സർക്കാർ കമ്മീഷന് വെച്ചത്. 2023 ജൂലൈയിൽ ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെ ഏകാംഗ കമ്മീഷനാക്കി മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തി. 2023 നവംബറിൽ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. അടിസ്ഥാന ശമ്പളത്തിൽ വലിയ വ്യത്യാസം വരുത്താതെ അലവൻസുകളും ആനുകൂല്യങ്ങളും 30 മുതൽ 35% കൂട്ടാനായിരുന്നു ശുപാർശ. യാത്രാ ചെലവുകൾ, ഫോൺ സൗകര്യം, ചികിത്സ, താമസം തുടങ്ങിയ വിവിധ അലവൻസുകളിലെല്ലാം വർധനവിന് നിർദ്ദേശമുണ്ട്. മന്ത്രിസഭാ യോഗമാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അതെടുക്കാൻ കാലതാമസമുണ്ടായില്ല. കേരളത്തിൽ 2018 ഇതിനു മുമ്പ് സാമാജികരുടെ ശമ്പളം വർദ്ധിപ്പിച്ചത്. സാമാജികരുടെ ശമ്പളം 55,012 നിന്നും 97,429 MLA-മാരുടെ ശമ്പളം 39,500 നിന്ന് 70,000 ആയിട്ടാണ് അത് വർദ്ധിപ്പിച്ചിരുന്നത്. മന്ത്രിമാരുടെ യാത്രാബത്ത കിലോമീറ്ററിന് 10 രൂപയിൽ നിന്ന് 15 രൂപയാക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം പിണറായിയുടെ നിർദ്ദേശാനുസരണമായിരുന്നു. കഴിഞ്ഞ 6 വർഷത്തിനിടെ 7 ജുഡീഷ്യൽ കമ്മീഷനുകൾക്കായി സംസ്ഥാനം ചിലവഴിച്ചത് 6 കോടിയോളം രൂപയാണ്. ആദ്യം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന 2016 മുതലുള്ള കാലയളവിലാണ് കമ്മീഷനുകൾക്കായി ഇത്രയും പണം ചിലവഴിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 7-ൽ 2 കമ്മീഷനുകൾ ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. 2016 ജൂൺ 20 ഹൈക്കോടതിയിൽ മുന്നിൽ വെച്ച് അഭിഭാഷകനും മാധ്യമപ്രവർത്തകനും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായതിനെ തുടർന്ന് പോലീസ് ലാത്തി ചാർജ് നടത്തിയ സംഭവം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷനാണ് കൂട്ടത്തിൽ ഏറ്റവും ചിലവേറിയത്. ഇതിനായി രൂപീകരിച്ച ജസ്റ്റിസ് PA മുഹമ്മദ് കമ്മീഷൻ ആകെ ചിലവ് 2,77 ലക്ഷം രൂപയായിരുന്നു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ജുഡീഷ്യൽ കമ്മീഷനും ജസ്റ്റിസ് VK മോഹനൻ ജുഡീഷ്യൽ കമ്മീഷനുമാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ളത്. മുൻ DGP ലോക്നാഥ് ബെഹ്റയുടെ കാലത്ത് പോലീസ് വകുപ്പിൽ ചട്ടങ്ങൾ ലംഘിച്ച് നടത്തിയ കോടികളുടെ പർച്ചേസുകൾ CAG കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് വകുപ്പിലെ പർച്ചേസുകൾക്കും കരാറുകൾക്കും മാനദണ്ഡങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കാനാണ് 2020 മാർച്ച് 7 മുൻ ഹൈക്കോടതി ജഡ്ജി CN രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ 3-അംഗ അന്വേഷണ കമ്മീഷനെ നിയമിച്ചത്. എന്നാൽ ഈ 3 വർഷമായിട്ട് ഈ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഇത്തരത്തിൽ തനിക്ക് പ്രിയങ്കരനായെന്ന ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ ഇമേജാണ് പിണറായി വിജയൻ നിമിഷങ്ങൾ കൊണ്ട് തകർത്തത്.